നീ കളിക്കല്ലേ, ഒരു സഹായം ചെയ്തു തരണം. അതാ പോണത്. ഒരു മുറിയും കൂടി ഉണ്ടെന്ന്. ആ മുറി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഫോൺ എടുക്കട്ടെ. കണ്ടോ അൻസാറേ പറ. എന്തേ വീട്ടില്? പാർട്ടി ചാനല്ല ആളുണ്ട്, കാര്യം പറയും. ആടാര് പ്രൊഡ്യൂസറാര്? കൊച്ചാപ്പേ? ഓഹോ, എവിടെന്ന് വാക്കില്ലാതെ പൈസ ഒന്നും തോന്നണല്ലേ കൊച്ചാപ്പയ്ക്ക്? മെഗാ സീരിയല് ഞാൻ സംസാരിച്ചാൽ നടക്കും. പിന്നെ നടക്കായിക എന്താണ്? അമ്പലിക്കുട്ടനാ? അതെങ്ങനെ ശരിയാവും? ഓ ഓ ഓ ഓ അല്ല, അങ്ങനെ വിട്ടു കൊടുക്കണ്ട. നീ നമുക്കിവിടെ നല്ല ഇതിൽ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്ന് പറയും പെട്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു നടക്കാതിരിക്കുമോ? ആ ഓക്കെ. നീ കൊച്ചാപ്പാടുത്ത് വാക്ക് കൊടുത്തോ, അപ്രൂവൽ ഞാൻ ഓക്കെ ആണെന്ന് പറ. ആ ശരി. നീ അവിടെ നിന്ന് ഞാൻ നടരാജനും കൂടെ അങ്ങ് വന്നോളാം. നടരാജ ഇപ്പം ഇങ്ങോട്ട് വരും, ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വന്നോളാം. ആ ശരി എന്നാ, ഓക്കെ. ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ഈ അമ്പളിക്കുട്ടനെ കൊണ്ട്. ചുക്കിലും ചുണ്ണാമ്പിലും ഒക്കെ കയറി അങ്ങ് ഇടപെട്ടോളൂ. എന്താ കാര്യം? അൻസാർ വിളിച്ചതേ, അവൻ്റെ ഒരു കൊച്ചാപ്പാക്കാരന് അയാൾക്ക് ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അവര് നമ്മുടെ പാർട്ടി ചാനലിൽ എല്ലാം കൊണ്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് ശരിയായി കൊടുക്കുക. അതിനിടയ്ക്ക് അമ്പളിക്കുട്ട ഉടനെ അവരുടെ പാർട്ടിയുടെ ചാനലിൽ കാണിക്കാം, അതിന് ശരിയായി കൊടുക്കാമെന്ന് അവൻ്റെ കൊച്ചാപ്പായ വേറെ ആരോ വഴി ശ്രമിച്ചെന്ന്. ഇവന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഒരു രീതിയിലും ബാക്കിയുള്ളവരുടെ ഒരു കാര്യത്തിനും സമ്മതിക്കില്ല. എല്ലാ കാര്യവും അവനങ്ങ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇതിപ്പോ നമ്മുടെ പാർട്ടിയിൽ ഏർപ്പാടാക്കി കൊടുക്കാം ഞാൻ. എങ്ങനെ? ഇപ്പൊ അങ്ങോട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ പാർട്ടി ചാനൽ എന്ന് പറയുന്നത് അതിന്റെ ചുക്കാൻ പിടിക്കണത് ഞങ്ങൾ പാർട്ടിക്കാരാ കേട്ടോ. അതിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്നൊക്കെ തീരുമാനിക്കണം ഞങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ ഒരു സീരിയൽ പാർട്ടിയിൽ അപ്രൂവലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല ഓരോ വർഷവും ഓരോ പ്രമുഖന്മാർക്ക് അവിടെ പോയി ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാം. ഞാൻ ഇന്നേ വരെ പാർട്ടിയുടെ ചാനലിൽ ഒരു ആവശ്യമായിട്ട് ചെന്നിട്ടില്ല. ആദ്യമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. പിന്നെ അത് സാധിച്ചെന്നല്ലേ പിന്നെ എന്ത് പാർട്ടി, ഞാൻ എന്തിനാ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക്? ക്ലീറ്റോ പ്രമുഖനാണെന്ന് അവർക്ക് അറിയാൻ പറ്റണ്ടേ? ക്ലീറ്റോ ഈ ചാനലിൽ ചെന്ന് ചോദിച്ചു നോക്കണം, എൻ്റെ പേര് പറഞ്ഞു നോക്കണം. അപ്പൊ ഇത് അപ്രൂവൽ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഇപ്പൊ അങ്ങനെ ഇപ്പൊ അമ്പളിക്കുട്ടായി അവന്റെ ചാനലിൽ ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ ഗുണം? വെറുതെ അവിടെ പോയി നാണം കിടാൻ. നമുക്ക് ഇപ്പൊ ഗുണമൊന്നും ഇല്ലെങ്കിലും അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ അപ്പൊ അവൻ അങ്ങനെ ഏറ്റെടുത്താലേ ഇതിപ്പോ ഞാൻ ഒന്നും എനിക്കൊരു നേട്ടം ഇല്ലെങ്കിലും ഞാൻ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ശരിയായി കൊടുക്കും. നമ്മുടെ ചാനലിൽ കാണാമല്ലോ എവിടെ ഇരുന്ന് പാർട്ടി ചാനലിൽ. ക്ലീറ്റോ ഇടപെട്ട് അത് നടക്കൂല. ആ പാവത്തിന്റെ സീരിയൽ എങ്ങനെയെങ്കിലും നടന്നോട്ടെ. അമ്പളിക്കുട്ടൻ ചേട്ടൻ അത് ശരിയാക്കി കൊടുക്കും. അതെ, ഇതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിക്കാം കേട്ടോ. ചാനലും അപ്രൂവലും എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് വല്ല പിടുത്തമുണ്ടോ? ഇല്ലല്ലോ. എനിക്കറിയാം. അറിയാമെങ്കിൽ നീ അറിയാന്നുള്ളത് വെച്ചിട്ട് അടുക്കളയായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വന്നെങ്കിൽ ഒരു കാര്യം വെള്ളം തേച്ചിട്ടാ നോക്കിയാണ്. ചുളുക്കുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫിതം മാറണം. ഉഗ്ര ലൊക്കേഷൻ, നല്ല ലൊക്കേഷൻ അല്ലേ? നമ്മളെ ഡോക്യുമെന്ററിക്ക് പറ്റിയ ലൊക്കേഷൻ. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, നല്ല ഭംഗിയുണ്ട്. കുക്കും വയലും കുളവും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ ഗ്രാമത്തിന്റെ സംഭവങ്ങളൊക്കെ പറയാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അതൊന്നും വിഷയമില്ലല്ലോ ആ സംഭവം. അതൊന്നും ഒരുപാടല്ല. നമുക്ക് ആ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കി മാത്രം വയ്ക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ക്യാമറ എല്ലാം എടുത്തു. അപ്പൊ അവിടുന്ന് നമുക്ക് ഫസ്റ്റ് സംഭവം അവിടുന്ന് ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ നന്നായിരിക്കുന്നു. പരിപാടി റോഡ് വീതി കൂട്ടണ പരിപാടി തന്നെ അളവെടുക്കന്നെ. അളവെടുക്കണതാ? അളവെടുക്കണ സാധനമൊന്നുമല്ല ഇത്. ഇതാണ് ടെലിവിഷൻ ക്യാമറ. ഓ ക്യാമറ ഉണ്ടായിരുന്നു. അല്ല വേറെ കാര്യമുണ്ടേ, ഇപ്പൊ ഇങ്ങനെയുള്ള സാധനത്തിൽ കൂടെ നോക്കണ പേടിയാ. കാരണം അതിൽ കൂടെ നോക്കി ആദ്യം കാണുന്നത് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ അടുക്കളയാണ്. പിന്നെ അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണല്ലോ ഇവിടെ ഇപ്പൊ വികസനം നടന്നുകൊണ്ടിരിക്കണേ. നിങ്ങൾ ആ പാർട്ടികളല്ല. ഇല്ല ചേട്ടാ, നമ്മളൊന്ന് ആക്കിയതാണ്. ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ശരി, ഡോക്യുമെന്ററി. അപ്പൊ എന്റെ പേര് അനീഷ്. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ക്ലീറ്റസ് എന്നാണ്. നിങ്ങൾ ഇത് ഇവിടുത്തെ എല്ലാം പിടിച്ചോ? അപ്പൊ അല്ല, ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയില്ല. നന്നായി. എന്നുവെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ പാങ്ങോടിനെ കുറിച്ച് പറയണമെങ്കിൽ ഏറ്റവും ഉചിതം ഒരാളുടെ മുമ്പിലാണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കണേ. ആണോ? പിന്നെ അതൊരു ഭാഗ്യം. ഞാനൊരു പ്രമുഖനല്ലേ. ഇവിടുത്തെ മുക്കും മൂലയും അളവും കോലും ഒക്കെ അറിയാന്നുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എന്താ പറയണ്ട ഇവിടെ? അല്ല, നമുക്ക് ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പിടിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ ചേട്ടൻ ഈ നാട്ടുകാരനായതുകൊണ്ട് അത് തന്നെ ഒരു ഭാഗ്യമല്ലോ. പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനത് പറയാം. ഇതുപോലെ എത്രയോ ഡോക്യുമെന്ററി ഞാൻ ഇവിടെ പറഞ്ഞേക്കണ്. ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ ഇതിനെ കുറിച്ച് അറിയണം.
നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അതല്ലേ? ഭയങ്കര സീനറി അല്ലേ? എന്നാ ഞാനൊന്ന് തയ്യാറായിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേട്ടാ ഇത് വള്ളിക്കെട്ടാവുന്നു. ഇതെന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. ആണോ? ഇവിടുത്തെ ഒരു പ്രമുഖൻ ആകേണ്ട ആളാ. എന്താടേ എന്താണ് ഷൂട്ടിങ്ങാണോ? ഷൂട്ടിങ്ങാണോ? ക്യാമറയെ കണ്ട് അറിഞ്ഞൂടെ? ഞങ്ങളെ ഒരു ഡോക്യുമെന്ററി ചെയ്യാം. കുറച്ച് നാളായിട്ട് ഇവര് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. എല്ലാരും ഉണ്ട്. നീ അങ്ങോട്ട്? ഞാൻ ചുമ്മാ പുറത്തോട്ടൊന്ന്. നീ പോ. ഞങ്ങൾക്ക് അവർക്ക് ഇവിടുത്തെ നമ്മുടെ അല്ല അപ്പൊ രാത്രിക്ക് മുമ്പൊക്കെ തീരും. അല്ല രാത്രിക്ക് മുമ്പൊക്കെ തീരും. ചെല്ല് പോ. ഞങ്ങളെ 2 ദിവസമൊക്കെ എടുക്കും. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പടാ. ഓക്കെ പോ. ഇവിടെ സീരിയൽ, ഇവിടുത്തെ ഒരു വലിയ സീരിയൽ നടന്നെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഏതൊക്കെ സീരിയലിൽ കുന്തം പിടിച്ചോണ്ട് ബാക്കിൽ നിന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അസൂയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം. പുള്ളി പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ അസിസ്റ്റന്റ് ആണ്. സഹപ്രവർത്തകനാണ്. ഒരു പ്രമുഖനാകേണ്ട ആളാ. സൈഡിൽ നിന്നോട്ടെ, കുഴപ്പമില്ല അല്ലേ? ഇവിടെ നിന്നോട്ടെ. അത് വേണ്ട. പ്രയത്നിച്ച് പ്രമുഖനാകട്ടെ. അപ്പോഴത്തേക്കാണ് നിർത്തിയത്. ഇപ്പൊ ഞാൻ മാത്രം മതി. തെർമോ ഒന്ന് കയറ്റിക്കേ. കേട്ടിക്കേ. ഇതിങ്ങനെ പിടിക്കണോ? അല്ല അതെ, ലൈറ്റ് വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് കാറ്റ് ശ്വാസം കിട്ടും. കുറച്ച് താഴ്ത്തിക്കോണേ. ഒരു സെക്കൻഡ്. ആ മൈക്ക് ഞാൻ മൈക്ക് കൊടുത്തേ. ഇത് വേണോ അല്ലേ? ആ മൈക്ക് വേണം ചേട്ടാ. പിടിച്ചോളാം, മോൻ പിടിച്ചോളാം. അപ്പൊ റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. റെഡി? റോളിംഗ് ആക്ഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പാടിലാണ്. ആ സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, ഡോക്യുമെന്ററി അല്ലേ ഇത്? അതിന് വേറെ സ്റ്റൈലല്ലേ? ഡോക്യുമെന്ററി ആയിരുന്നു. ഡോക്യുമെന്ററി പറയണ്ടേ? ഞാനേ മനസ്സിലായി. നിങ്ങൾ മറ്റേ സ്ഥിരം ടിവിയിൽ ഇപ്പൊ കാണിക്കുന്ന ആ സ്റ്റൈൽ സാധനമായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, ഡോക്യുമെന്റ് ആണ്. നമ്മൾ ഇതിന്റെ നാടിന്റെ കാര്യങ്ങളും പുരോഗതി കുഴപ്പമില്ല, ഞാൻ ഡോക്യുമെന്റ് ആയിട്ട് പറഞ്ഞോളാം. എത്രയോ ഡോക്യുമെന്റ് പറഞ്ഞു. തെർമോ എടുത്താണ്. തെർമോ ഇത്ര കാര്യമുണ്ട്, കുഴപ്പമില്ലല്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മൈക്ക് കൊടുത്തേ. കാറ്റ് കിട്ടണ്ട. ചേട്ടാ കുറച്ച് ഇങ്ങോട്ട് വന്നേ. റെഡി ചേട്ടാ? കുറച്ച് നടന്നു പറഞ്ഞാലോ? വേണ്ട ചേട്ടാ, ഇവിടെ നിന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് അതിനാണ് നല്ലത്. ഓക്കെ, റെഡി? റോളിംഗ് ആക്ഷൻ. ഈ നമ്മുടെ പാങ്ങോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഈ പാങ്ങോട് തന്നെയാണ്. കാരണം നിങ്ങൾ കണ്ടില്ലേ, എന്ത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ പാടങ്ങളും കളകളാരവും ഒഴുകുന്ന ഈ കൊച്ചരുവികളും വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഞാൻ ഉറപ്പ് പറയാം. ഒരു നിമിഷം. വൈഫ് എന്ത് തങ്കം? എടി ഞാൻ ഷൂട്ടിങ്ങിലാ. ചാനലിൽ പോയിട്ടില്ല. ശരിയായി. എത്ര ഷൂട്ടിംഗ് തുടങ്ങിയോ? തങ്കം, ഇത് ഞാൻ അതെ വന്നിട്ട് കാര്യങ്ങൾ അതല്ല ക്ലീറ്റോ, അതെ എനിക്കൊരു കാര്യം പറയണ്ടേ. നീ ഇപ്പൊ ഒന്നും എന്റെ അടുത്ത് പറയരുത്. ഇല്ല തങ്കം, എനിക്ക് ഇപ്പൊ ഒന്നും കേൾക്കാം. അത് കേട്ടാ പറ്റില്ല. എന്റെ തങ്കം, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഞാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എല്ലാ വിവരം പറയാം. ഇല്ല നീ വെച്ചേ, ഫോൺ വെച്ചേ. ഹലോ, ഓഫാക്കി വെച്ചോ, ഫോൺ വെച്ചോ. റെഡി അല്ലേ? അത് കൊടുത്താണ്. റെഡി ചേട്ടാ? റോളിംഗ്. ഞങ്ങളുടെ ഈ പാങ്ങോടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടത്തേക്കുള്ള എല്ലാ എന്താണ് പറയുക, അരി മുതൽ പച്ചക്കറി വരെ ഞങ്ങൾ തന്നെ ഇവിടെ കർഷകർ കൃഷി ചെയ്ത് ഞങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുക. ഇത്രയേറെ വികസനങ്ങളും ഇതുപോലെ സമാധാനവും ശാന്തവുമായ വേറൊരു പ്രദേശം ഈ കേരളത്തിൽ നല്ല ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടാവില്ല. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്നായിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരാളെയാണ്. സത്യം പറഞ്ഞാൽ ഈ പാങ്ങോടിന്റെ കുറച്ച് കഥയായുള്ളൂ. മുഴുവൻ പറഞ്ഞ 2 ആഴ്ച സമയം. ഇത് ഇതുവരെ ഹരി പറഞ്ഞു കഴിഞ്ഞില്ലേ? പോടാ പുലികേശന്റെ പോടാ. എന്റെ 16 അരി കൂടെ പറക്കട്ടെ, ഞാൻ പോളൂടാ. അപ്പൊ ക്യാമറ കെട്ടാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സീൻസും കൂടെ എടുക്കാനുണ്ട്. അപ്പൊ എല്ലാത്തിനും സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ഒരു കോപ്പി തരണം കേട്ടാ. കോപ്പി ഒന്ന് തരണം എനിക്ക്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെ ആണ്. അപ്പൊ ക്ലിയർ. ക്യാമറ ബാക്ക്. ഇവിടെ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരണം. അപ്പോൾ ഒരു ഇട സൈഡിൽ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു 3 വീട് കഴിയുമ്പോൾ ഇടത്തോട്ടൊരു ഇടവഴി. ഗേറ്റ് നീല കളർ, താഴെ ഇറങ്ങി വന്നാൽ മതി. ശരി ഓക്കെ. നീ ഇതൊരു ഒരുങ്ങിയില്ലേ? എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ ഡോക്യുമെന്ററി എടുക്കുന്ന കാര്യം? അയ്യോ, ഞാൻ ഹായ് സാരി കൊടുത്തിട്ട്. എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇച്ചിരി നേരത്തെ കൊടുത്തേ ഉള്ളൂ. ആണോ? ഷൂട്ടിങ്ങിനല്ലേ ഒരുങ്ങിയത്? ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന്.
ശരിക്കും സത്യമായിട്ട് എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഞാനത് ഓർത്തില്ല. നിന്നോട് ആരോടും ഇവിടെ വന്ന് പോയിക്കേ പോ, ഞാനാ പറഞ്ഞ കാര്യം ചെയ്യ്. സാരി കൊള്ളാം. ഇതാണോ ഇടുന്ന ഷൂട്ടിങ്ങിന് വരുമ്പോ? ഞാൻ മാറ്റിയൊന്നുമില്ല, അവര് വേറെ പറയണെങ്കിൽ മാറ്റാം. അയ്യോ മാറ്റ്, സാരിയാ നല്ലത്. ആണോ? പിന്നെ സാരി കൊടുക്കണം, എന്തിനാ അത്? സിനിമ അവര് പിടിക്കല്ലേ, നമ്മളെ ഷൂട്ട് ചെയ്യല്ലേ. എനിക്ക് ഈ രാഷ്ട്രീയക്കാരന്മാരെ പരിപാടി എന്ന് പറയണതേ ഇഷ്ടമില്ല. ആ ഇതാണ് ഇവിടെ കുഴപ്പം. ഇവക്കൊന്നും അറിയില്ല. എടി ഇതിപ്പോ ഒരു പുതിയ ട്രെൻഡാണ്. എന്ത് നീ കണ്ടില്ലേ നമ്മൾ ടി വിയിൽ ഓരോ പ്രോഗ്രാമുകൾ കണ്ടില്ലേ? ഓണത്തിനാകുമ്പോൾ പിണറായി വിജയനെ നമ്മളെ രമേശ് ചെന്നിത്തലയൊക്കെ ശരിയാ ശരിയാ. അങ്ങനെ എഴുതുന്നുണ്ട്. അതുപോലെ ക്രിസ്മസിന് ഉമ്മൻചാണ്ടിയൊക്കെ വന്നായിരുന്നു. ഉമ്മൻചാണ്ടി മാണി സാറ് ഒരു ട്രെൻഡാണ്. പിന്നെ നമ്മളെ ആനീസ് കിച്ചണില്ലേ, നേരാ അമൃത ചാനലിലെ എന്തുമാത്രം രാഷ്ട്രീയക്കാരാണ് പങ്കെടുക്കണം അറിയാമോ? പിന്നെ ഇപ്പൊ ട്രെൻഡാണ്. നീ പോയി ഇറങ്ങ്. ഇതൊക്കെ ആരാ ആൾക്കാര്? അമ്പിളിച്ചേട്ടൻ തന്നെ ഇതിൽ നിൽക്കണത് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതൊന്നും അവക്കറിഞ്ഞൂടാ. അവള് ദുബായിലായോണ്ട് ഒരു പിടിയും നമ്മളെ ടിവിയിൽ കാണിക്കണത് എങ്ങനെയാണ്? സിനിമാക്കാരൊക്കെ ആണെങ്കിൽ റെഡി ആവായിരുന്നു. അതാ പറഞ്ഞേ, നമ്മളെ എങ്ങനെയാണെങ്കിലും ടിവിയിൽ കാണിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യും, മോളെ വിളിച്ചോണ്ട് ഇറങ്ങി വാ, നമുക്ക് എല്ലാവരും കൂടെ പരിപാടി അങ്ങ് നടത്താം. എനിക്ക് പക്ഷേ മീറ്റിംഗ് ഉണ്ട്, ഒരുപാട് വൈകിയാ. കുഴപ്പമില്ല, കുറച്ച് സമയമൊക്കെ ഇവിടെ നിൽക്കാം. വരാറായോ? വരാറായി. വന്നല്ല, ഞാനൊന്ന് മുടി കെട്ടിട്ട് വരാം. പോയിട്ടോ. ഞങ്ങളല്ലേ? ആ അപ്പോൾ ക്യാമറ ഒക്കെ ഇറങ്ങിയോ? നമസ്കാരം. ഓക്കെ, ഞാനാ വിളിച്ചിരുന്നല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം പുള്ളിയുടെ ഈ മൊണ്ടാഷിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ലോ മോഷൻ സാധനം, ഫസ്റ്റ് സാധനം എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതേ അവരുടെ ഫാമിലിയുടെ കുറച്ച് സംഭവങ്ങൾ എടുക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യാമല്ലോ സാധനം. ഓക്കെ നമുക്ക് എവിടെ വേണം, ഇവിടെ ചെയ്യാം. ഒരു ചെയറും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ. ഹലോ നമുക്ക് ഈ ഹലോ, നിങ്ങളെന്തിവിടെ? എന്താ ഇവിടെ ഷൂട്ടിംഗ്. ആര് ഷൂട്ടിംഗ്? എന്ത് ഷൂട്ടിങ്? അയ്യോ, നമ്മുടെ ഗ്രാമത്തിന്റെ വികസനത്തെ കുറിച്ച്, നമ്മൾ ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും വാർഡ് മെമ്പറെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഇല്ലേ? എന്നാര് പറഞ്ഞു? ഇതെന്താ നീ ഇത് ചതിയാണ്. എന്ത് ചതി? നീ തോന്നിയ ദിവസം കാണിക്കരുത്. നീ അവിടെ വെച്ച് എന്നെ കൊണ്ട് എന്തൊക്കെയാണ് പറയിപ്പിച്ചത്? എന്നെ കൊണ്ട് നീ എന്തൊക്കെ പറയിപ്പിച്ചേ? നീ ഇത് വാർഡ് മെമ്പർ വികസനമൊക്കെ ആണെന്ന് നീ എന്നോട് പറഞ്ഞോ? ഇത് നമ്മുടെ വാർഡിന്റെ കാര്യമല്ലേ ഇത്? നീ അത് എന്നോട് പറഞ്ഞോ? എന്നോട് സൂചിപ്പിച്ചോ ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണെന്ന്? പറഞ്ഞോടാ. ഇതൊക്കെ ചേട്ടൻ്റെ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ആ കാര്യമുണ്ട്. എന്ത് കാര്യം? പറയേണ്ട കാര്യമുണ്ട്. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്തെല്ലാം പറയിപ്പിച്ചിട്ട് ആളേനെ കൂടി തമാശ കളിക്കരുത്. നമ്മളെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്ന്. എന്ത് നമ്മളെ വീടാ? എടാ, വാടകയ്ക്ക് താമസിക്കുന്ന വീട് എങ്ങനെയാ നിനക്ക് സ്വന്തമാണത്? ശരി, വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്ന്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല ചേട്ടാ, ഞങ്ങൾ ഒന്ന് എടുത്തിട്ട് പോക്കോട്ടെ. നിന്റെ ക്യാമറയും കിടുതാപ്പൊക്കെ എടുത്തോണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കാം. ഭ്രാന്താണെന്നാണ് തോന്നുന്നത്. അതേടാ നീ പറഞ്ഞത് ശരിയാണ്. എനിക്കത് തന്നെയാണ്. എന്താ നിനക്കുള്ള കുഴപ്പമുണ്ടോ? ചേട്ടാ ഒന്ന് തറ നിൽക്കേട്ടാ, ഞങ്ങൾ ഇത് എടുത്തോണ്ട്. ഒന്നുമില്ല. ക്ലീറ്റോ, ഇത് ക്ലീറ്റോന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞില്ല, ഇത് ഞങ്ങളുടെ ഇനി എടുക്കണേ. എന്ത്? അത് ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അതെ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കൂടി ചെറുത് ഒന്നും കൂടി ഒന്ന് പറയിപ്പിക്കാവോ പുള്ളിനെ കൊണ്ട്? അത് മതി. പൊന്നു ചേച്ചി, ഇതിന്റെ ഫസ്റ്റ് ഭാഗം റോഡിൽ വെച്ച് ചേട്ടനെ വെച്ചല്ലേ ഷൂട്ട് ചെയ്തത്. ഇത് മെമ്പറെ വീട്ടിൽ വെച്ച് എടുക്കേണ്ട സംഭവമല്ലേ? മെമ്പറെ വീട്ടിൽ പുള്ളിക്കാരൻ എന്താ കാര്യം? മെമ്പറുടെ വീടല്ല ഇത്, പുള്ളിക്കാരന്റെ വീടാ. അല്ലേടേ, അപ്പൊ നിന്റെ അവിടെ വെച്ച് എടുത്താ പിന്നെ നിനക്ക് തോന്നുന്നു കുഴപ്പം? നീ മിണ്ടരുത്. മനസ്സിലായോ? ഇപ്പൊ എന്ത് പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അറിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. അതെന്താന്ന് വെച്ചാൽ സംഘം എല്ലായിടത്തും ഇവിടെ നോക്കാം. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ഒരു 5 മിനിറ്റ്. എന്താ ഒന്നും പറയണ്ട. ഇവ എന്നെ ചതിച്ച് ഇവൻ. കുറെ നേരം പ്രശ്നമാവോ? എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്ലപ്പോഴൊക്കെ തന്നെയാണ്. സമാധാനത്തിൽ കേൾക്കണം. നീ എന്നെ ഞാൻ പറയട്ടെ. അമ്പിളിക്കുട്ടൻ ചേട്ടനല്ലേ ഇവിടുത്തെ വിഷയം. രാഗിയും തക്കളിങ്ങളും ഞാനൊക്കെ ആഗ്രഹിച്ചു പോയി. നമ്മളെ പറ്റി ഇവർ നല്ലത് പറഞ്ഞെങ്കിൽ നമ്മൾ നല്ലോണം പെരുമാറേണ്ട അവരോട്. എൻ്റെ പൊന്നു വിളിയിട്ടായിരുന്നു. ഇച്ചിരി നേരം ഒന്നും മിണ്ടാതിരുന്നവർ എന്തെങ്കിലും നന്നായിട്ടൊന്നും എടുക്കൂലായിരിക്കും. എന്തെങ്കിലും എടുത്തിട്ടൊന്ന് പോട്ടെ. ഇച്ചിരി നേരം മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? ഇച്ചിരി നേരം ഞാൻ മിണ്ടാതിരിക്കണം. അവൻ ഷൂട്ട് ചെയ്യണം, അവൻ എടുക്കണം. അത് എടുക്കാൻ ഞാൻ സമ്മതിക്കണം അല്ലേ? എന്തെങ്കിലും എടുത്തിട്ടൊന്ന് പോട്ടെ. ഇച്ചിരി നേരം മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? ഇച്ചിരി നേരം ഞാൻ മിണ്ടാതിരിക്കണം. അവൻ ഷൂട്ട് ചെയ്യണം, അവൻ എടുക്കണം. അത് എടുക്കാൻ ഞാൻ സമ്മതിക്കണം അല്ലേ? ഒരു കസേര, ഒരു ടീപ്പോ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം. ഒരു കസേര, ഒരു ടീപ്പോ.
അപ്പൊ ഓക്കെ പെട്ടെന്ന് എടുക്കണം. ഇപ്പൊ എടുക്കാം എന്നെയും കൂടി വിളിക്കണേ, ഞാനും ഉള്ളതാണ് കേട്ടോ. എടുക്കാം രണ്ടുപേരും എടുക്കാം ഒരു കാര്യം ചെയ്യാം. കൊച്ചുണ്ട്. ആ ഓക്കെ ഓക്കെ പെട്ടെന്ന് എടുത്തിട്ട് വിട്ടോളാം കേട്ടോ. ഒരു കസേര ഒരു ടീപ്പ് ഉണ്ട്, അപ്പൊ അവിടെ ക്ലോസ് ചെയ്ത് നമുക്ക് ഇവിടെ വെച്ചോ. ആ കസേര ഇവിടെ വെച്ചോ. മെമ്പറെ ക്ലോസിൽ തുടങ്ങണം നമുക്ക്. ക്ലോസിൽ നമുക്ക് തുടങ്ങാം. ഇത് എന്റെ അളിയന്റെ കസേര, എന്റെ അളിയന്റെ ടീപ്പോയും. ഇത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ തരില്ല. അത് ഷൂട്ട് ചെയ്യാതെ ബാക്കിയുള്ള പരിപാടികളുണ്ടായി നോക്ക്. നിനക്കൊന്നും പ്രാന്താ? എനിക്ക് മനസ്സിലായി എന്താണ് കാണിക്കണേ ഇപ്പൊ? ഇത് ഷൂട്ടിങ്ങിന് വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളല്ല. ഇത് പിന്നെ ഞാൻ ഒരു ഔദാര്യത്തിന് ഷൂട്ട് ചെയ്തോളാൻ പറയുമ്പോ നീ ഇതൊക്കെ എടുത്തോണ്ടിട്ട് ഇവിടെ എന്ത് കാണിക്കാന്ന്? നീ വാങ്ങിച്ചിട്ട് വല്ലതുകൊണ്ട് എടുത്തിട്ട് ചെയ്യടേ. വെറുതെ തമാശ തറ എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഞാൻ പറയട്ടെ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? ചെറുതായിട്ട് ഷൂട്ട് ചെയ്താൽ മതി. കുറച്ച് മതി. മെമ്പറിങ് വന്നേ. ഞാൻ പറയട്ടെ ക്ലീറ്റോ. പാവം ക്ലീറ്റോ ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരിക. അത് തന്നെയുമല്ല, ഇപ്പോൾ ക്ലീറ്റോനെ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ ക്ലീറ്റോ പ്രമുഖനാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പ്രമുഖനായ സ്ഥിതിക്ക് മോശമല്ലേ? ഞാൻ പറയണ മനസ്സിലാവണ്ടോ ക്ലീറ്റോനെ? അതെ, പിന്നെ വലിച്ചു വാരിയൊന്നും എടുക്കാക്കൂല. എന്തെങ്കിലും ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റുമോ? ഒരു 2-3 വാക്ക് ഞാൻ പറഞ്ഞോട്ടോ. ഒരു 2 അക്ഷരത്തിൽ എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കോ. 2 അക്ഷരത്തേക്ക് എന്തോ പറഞ്ഞു? 2 അക്ഷരത്തിൽ പറഞ്ഞു നിർത്താൻ പറ്റും. നന്ദി, അങ്ങനെയും പറയാം. നിനക്കറിഞ്ഞ ഏത്? പിന്നെ ഒരു കാര്യം ചെയ്യണം, ഒരു 2 വാക്കിൽ എന്തെങ്കിലും പറഞ്ഞു നിർത്തണം. പക്ഷേ അതിന്റെ പുറകിൽ ഞങ്ങളിങ്ങനെ ഇരിക്കും. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മോളും ഒക്കെ നിൽക്കും. ഞങ്ങൾ നിർത്തിക്കൊണ്ടവ എന്തെങ്കിലും പറയണേ പറഞ്ഞോട്ടെ. സമ്മതിച്ചു. ആ സമ്മതിച്ചു. അത് മതിയല്ലോ. അപ്പൊ പൊസിഷൻ നിന്റെ കുടുംബം വേണം. തങ്ക മറക്കല്ലേ. എടുത്തോ. അല്ലേ? എന്റെ ഭാര്യയെ കൂടെ ഞാൻ നിർത്തിക്കോട്ടെ. അയ്യോ, എന്തിനു വേണ്ട. ഇപ്പൊ ആവശ്യത്തിന് ഒരെണ്ണം ഉണ്ട്. നീ അവിടെ മാറി അതിനങ്ങോട്ട് മാറ്റി നിർത്തോ. നിന്നെ കുറിച്ച് നീ മര്യാദയ്ക്ക് പറയാനുള്ള പറഞ്ഞ അത് 2 വാക്ക് കേട്ടാ. വെച്ചു. എന്തരല്ലെങ്കിൽ പറയാതിരിക്കണം. നിനക്ക് ഇവിടെ ഇത്രയ്ക്ക് നീ അങ്ങ് മല മറിച്ചല്ലോ വെച്ചിട്ടുണ്ടോ? റെഡിയല്ലേ? തൊപ്പിക്കാരാ, നമ്മളുണ്ടോ ഇതില്? നമ്മൾ വേണം. പിന്നെ വേറൊരു കാര്യം കേട്ടാ, എന്നെ കൊണ്ട് നീ രാവിലെ കുറെ പറയിച്ചല്ലോ, അതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. അതൊന്നും വേണ്ട. നമുക്ക് കട്ട് ചെയ്ത് കളയല്ലോ. കട്ട് ചെയ്ത് കളയണം അതൊക്കെ. മൈക്ക് കുടിച്ചാനെ മെമ്പർ ഓക്കെ അല്ലേ? മൈക്ക് കുറച്ച് താഴ്ത്തി പിടിച്ചേ. ആക്ഷൻ. ഒരു സെക്കൻഡ്. റെഡി ആയിട്ട് 8 ആക്ഷൻ. നമസ്കാരം. ഇതുപോലൊരു അലമ്പന് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയതാണ് എൻ്റെ എല്ലാ വിജയത്തിനും കാരണം. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് കളിയാ? Versus Alien.